ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും, എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ്, ഞാനത് സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതി എന്നെ വിളിച്ചത്. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് ഒരു പറഞ്ഞത്, അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നത്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രുത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കി അത് ലാസ്റ്റ് വരും. അതായത് ഇതിനു മുമ്പ് മാർക്കോയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ PR ടീമുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മാർക്കറ്റിങ്ങിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തെങ്കിലും സത്യമുണ്ടോ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടായിരുന്നു. അവര് പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ PR ചെയ്തതെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെടുന്നത് ഞാൻ അവകാശപ്പെടുന്നത് ആരെയും കണ്ടിട്ടില്ല. ഒരു ഡയറക്ടർ അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ക്രഡ്ജൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്. മാം, ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് എന്നല്ല, ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഭയങ്കര ഇമോഷണൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ? താങ്ക് യു അല്ലേ? മലയാളത്തിലെ പല സിനിമകളും പാരന്റൽ ലെവലിൽ അപ്രിസിയേഷനായി കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാന് ശേഷം മലയാളത്തിൽ നിന്നും ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ അവിടെയുള്ള ആളുകൾ നോക്കിക്കാണും. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയാൻ അല്ലെങ്കിൽ തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തടയിടാൻ ആൾക്കാരുണ്ട്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം, മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു, അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ, എല്ലാവരും നന്നായിട്ട് വരട്ടെ. ഇനിയും പുതിയ ഇപ്പോൾ 3 വാക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അത് കാണണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീര എന്ന് വെച്ചാൽ ഡാൻസും അതൊക്കെ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ. സോ അതൊക്കെയാണ് ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ, അതിൽ ഒരു ഉണ്ണിമൂന്നത്ര വലിയ അവ്യാജമായ ഘടകമൊന്നുമില്ല. ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട്. ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു പറഞ്ഞ പോലെ തുടരും. ഓക്കെ.